പ്രോപ്പർട്ടീസ് ഓഫ് ദ ഗ്രാഡിയൻറ്റ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഡെല്ലഫിനെയാണ് നമ്മൾ ഗ്രേഡിയൻ്റ് എന്ന് വിളിക്കുന്നത്. സോ ഗ്രേഡിയൻ്റ് വെക്റ്റർ ഫംഗ്ഷൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസാണ് നമ്മൾ നെക്സ്റ്റ് പറയുന്നത്. അതൊരു തിയറമായിട്ടാണുള്ളത്. തിയറം 3. സപ്പോസ് f is differentiable at the point x, y. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ 3 പ്രോപ്പർട്ടീസാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ഇഫ് del f of x, y ഈക്വൽ ടു 0 വെക്റ്റർ, ഇത് വെക്റ്ററാണ് 0 വെക്റ്റർ, then du f of x, y ഈക്വൽ ടു 0 for every u. ഓക്കെ, അതായത് നമ്മുടെ വെക്റ്റർ ഫംഗ്ഷൻ അഥവാ ഗ്രേഡിയൻ്റ് വെക്റ്റർ ഫംഗ്ഷൻ 0 വെക്റ്റർ ആണെങ്കിൽ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് യു എന്തായിരിക്കും? 0 ആയിരിക്കും ഫോർ എവറി യു. ഏത് യു എടുത്താലും ഡി യു എഫ് ഓഫ് എക്സ് കോമ വൈ എന്താണ്? 0 ആയിരിക്കും. ഇനി സെക്കൻഡ് പ്രോപ്പർട്ടി, the maximum value of du f of x comma y is mod del f of x comma y, and this occurs when u has the same direction as del f of x, y. ഓക്കെ, അതായത് ഡി യു എഫ് ഓഫ് എക്സ് കോമ വൈയുടെ ഡയറക്ഷണൽ ഡെറിവേറ്റീവിൻ്റെ മാക്സിമം വാല്യൂ എന്താണ്? മാക്സിമം വാല്യൂ മോഡ് ഡെൽ എഫ് ഓഫ് എക്സ് കോമ വൈ ആണ്. ആൻഡ് അത് എപ്പോഴാണ് ഒക്കർ ചെയ്യുന്നത്? ഇഫ് അവർ യു ആൻഡ് ഡെൽ എഫ്, യുവിനും നമ്മുടെ ഗ്രേഡിയൻറ്റ് വെക്ടറും സെയിം ഡയറക്ഷനിലാവുമ്പോൾ ആണ് ഇതിൻ്റെ മാക്സിമം വാല്യൂ ഒക്കർ ചെയ്യുന്നത്. ആൻഡ് മാക്സിമം വാല്യൂ ഈസ് മോഡ് ഡെൽ എഫ് ഓഫ് എക്സ് കോമ വൈ. ഓക്കെ, ഇനി തേർഡ് വൺ പറയുന്നത് മിനിമം വാല്യൂ ആണ്. ദ മിനിമം വാല്യൂ ഓഫ് ഡി യു എഫ് ഓഫ് എക്സ് കോമ വൈ ഈസ് മൈനസ് മോഡ് ഡെൽ എഫ് ഓഫ് എക്സ് കോമ വൈ. ആൻഡ് this occurs when u has the direction of minus del f of x, y. ഓക്കെ, നമ്മുടെ ഡയറക്ഷണൽ ഡെറിവേറ്റീവിൻ്റെ മിനിമം വാല്യൂ എന്ന് പറയുന്നത് മൈനസ് മോഡ് ഡെൽ എഫ് ഓഫ് എക്സ് കോമ വൈ ആണ്. ആൻഡ് അതെപ്പോഴാണ് ഒക്കർ ചെയ്യുന്നത്? ഇഫ് യു ആൻഡ് മൈനസ് ഡെൽ എഫ് ആസ് സെയിം ഡയറക്ഷൻ, യുക്കും മൈനസ് ഡെൽ എഫിനും സെയിം ഡയറക്ഷൻ ആകുമ്പോഴാണ് ഇതൊക്കെ അറിയുന്നത്. അതായത് ഒന്ന് ഇങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും ആകുമ്പോൾ. ഓക്കെ, ഇത് യുവും ഇത് ഡെൽ എഫും ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ആവുന്ന സമയത്ത് അല്ലേ, ഇങ്ങനെ ആവുന്ന സമയത്ത് ഇത് ഡെൽ എഫിൻ്റെ ഡയറക്ഷൻ ആണെങ്കിൽ മൈനസ് ഡെൽ എഫ് ഈ ഡയറക്ഷനിലോട്ടായിരിക്കും അല്ലേ. മൈനസ് ഡെൽ എഫ് എന്ന് വെച്ചാൽ സെയിം എന്താണ്, സെയിം ലെങ്ത് ഉള്ള സെയിം മാഗ്നിറ്റ്യൂഡുള്ള എന്നാൽ ഡയറക്ഷൻ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വെക്ടറാണ് അല്ലേ. സോ മൈനസ് ഡെൽ എഫിനും യുവിനും സെയിം ഡയറക്ഷൻ വരുമ്പോഴാണ് എന്ത് വരുന്നത്? ഡി യുവിന്, അതായത് ഡയറക്ഷൻ ഡെറിവേറ്റീവിന് മിനിമം വാല്യൂ ഉള്ളത്. ആൻഡ് ദാറ്റ് മിനിമം വാല്യൂ ഈസ് മൈനസ് മോഡ് ഡെൽ എഫ് ഓഫ് എക്സ് കോമ വൈ. സോ നമുക്കിതിൻ്റെ പ്രൂഫ് നോക്കാം. പ്രൂഫ് ഫസ്റ്റ് എന്താ സപ്പോസ് ചെയ്യേണ്ടത്? ഫസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്താണ്? ഡെൽ എഫ് ഓഫ് എക്സ് കോമ വൈ 0 വെക്ടർ ആണെങ്കിൽ ഡി യു എഫ് ഓഫ് എക്സ് കോമ വൈ 0 ആണ് ഫോർ എവരി യു അല്ലേ. സോ സപ്പോസ് ഡെൽ എഫ് ഓഫ് എക്സ് കോമ വൈ ഈക്വൽ ടു 0 വെക്ടർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദെൻ ഫോർ എനി യു ഈക്വൽ ടു u1 i cap plus u2 j cap we have du f of x comma y equal to ഇതിനെങ്ങനെ എഴുതാമെന്നാണ് നമ്മുടെ തിയറം 2 പറയുന്നത്.
del f of x comma y dot u എന്ന് അല്ലേ. ആൻഡ് ഇതെന്താണ്? ഇത് സീറോ വെക്ടർ അല്ലേ? സീറോ വെക്ടർ ആണ്. അതുകൊണ്ട് ഇതിനെ നമുക്ക് 0 i ക്യാപ് പ്ലസ് 0 j ക്യാപ് എന്ന് എഴുതാം. ഡോട്ട് യുവിനെ u1 i ക്യാപ് പ്ലസ് u2 j ക്യാപ് എന്ന് എഴുതാം. ഇതെന്താ ഡോട്ട് പ്രോഡക്റ്റ്? 0 ഇൻറ്റു u1 പ്ലസ് 0 ഇൻറ്റു u2 ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, സോ എന്ത് കിട്ടി? du of f of x comma y equal to 0 if del f of x comma y equal to 0. അതായത് del f of x comma y 0 വെക്ടർ ആണെങ്കിൽ for any u du of f of x comma y is equal to 0. സോ ഫസ്റ്റ് വൺ പ്രോപ്പർട്ടി ആയി. ഇനി സെക്കൻഡ് പ്രോപ്പർട്ടി നോക്കാം. സെക്കൻഡ് പ്രോപ്പർട്ടി ഇപ്പോൾ 0 വെക്ടർ ആണെങ്കിൽ ഇതാണ് സ്ഥിതി. സോ സെക്കൻഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇഫ് del f of x comma y നോട്ട് ഈക്വൽ ടു 0, നമുക്കറിയാം du f of x comma y ഈക്വൽ ടു എന്താണ്? del f of x comma y ഡോട്ട് u ആണ്. ഇതിനെ നമുക്കിങ്ങനെ ചെയ്താലോ? നമുക്കറിയാം a ഡോട്ട് ബി ഈസ് ഈക്വൽ ടു മോഡ് എ മോഡ് ബി കോസ് തീറ്റയാണ് അല്ലേ. സോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? മോഡ് del f of x comma y മോഡ് u കോസ് തീറ്റ. ഓക്കെ, അപ്പം നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം. വെർ തീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ del f ആൻഡ് u. വെർ തീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ del f of x comma y ആൻഡ് u. ഓക്കെ, ഇനി നോക്കൂ, കോസ് തീറ്റയുടെ മാക്സിമം വാല്യൂ എന്താണ്? കോസ് തീറ്റയുടെ മാക്സിമം വാല്യൂ 1 ആണ് അല്ലേ. നമുക്കറിയാം മോഡ് കോസ് തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. ദാറ്റ് ഈസ് കോസ് തീറ്റയുടെ മാക്സിമം വാല്യൂ 1 ആണ് ആൻഡ് ദാറ്റ് ഒക്കേഴ്സ് വെൻ തീറ്റ ഈക്വൽ ടു 0 അല്ലേ. സോ സിൻസ് the maximum value of cos theta is 1 and this occurs when theta equal to 0. ഓക്കെ, ഇതെന്തായിട്ട് മാറും? അപ്പോൾ മോഡ് del f of x comma y മോഡ് u ഇത് 1 ആയി അല്ലേ. ഇനി മോഡ് യു എന്താ? മോഡ് യു എന്താ? യു യൂണിറ്റ് വെക്ടർ ആണ്. സോ മോഡ് യു ഈസ് 1. അതായത് ഇവിടെ നിന്ന് തന്നെ നമുക്ക് മോഡ് del f of x comma y കോസ് തീറ്റ എന്ന് എഴുതായിരുന്നു. ഓക്കെ, അതായത് du f of x comma y ഈക്വൽ ടു എന്താണ്? മോഡ് del f of x comma y കോസ് തീറ്റയാണ്. ആൻഡ് കോസ് തീറ്റയുടെ മാക്സിമം വാല്യൂ 1 ആണ് ആൻഡ് ദാറ്റ് ഒക്കേഴ്സ് വെൻ തീറ്റ ഈക്വൽ ടു 0 അല്ലേ. So maximum value of du f of x comma y is mod del f of x comma y and that occurs when theta equal to 0. തീറ്റ എന്താണ്? ആംഗിൾ ബിറ്റ്വീൻ del f and u അല്ലേ. സോ തീറ്റ 0 ആണ്. തീറ്റ 0 ആണെന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് എന്താണ്? ആംഗിൾ 0 ആണ് അല്ലേ. ഈ del fഉം യുവും തമ്മിലുള്ള ആംഗിൾ 0 ആണ്. അതായത് യു ഇങ്ങനെയാണെങ്കിൽ del f ഇങ്ങനെ തന്നെയാണ്. അതായത് യുവും del fഉം സെയിം ഡയറക്ഷനിലാണ് അല്ലേ. സോ നമ്മുടെ സെക്കൻഡ് പ്രോപ്പർട്ടി ആയല്ലോ. ദാറ്റ് ഈസ് ദ മാക്സിമം വാല്യൂ ഓഫ് du f of x comma y ഈസ് മോഡ് del f of x comma y ആൻഡ് ദിസ് occurs when u has the same direction as del f of x comma y. ഇപ്പോൾ ഇവിടെ എത്തിയത് when theta equal to 0, comma, we see that the maximum value of du f of x comma y is mod del f of x comma y അല്ലേ. and this occurs when തീറ്റ 0 ആകുമ്പോൾ. തീറ്റ 0 ആവുമെന്ന് വെച്ചാൽ വെൻ ബോത്ത് del f of x comma y and u have the same direction
ഓക്കെ, ഇനി തേർഡ് പ്രോപ്പർട്ടി എന്താ പറഞ്ഞത്? തേർഡ് പ്രോപ്പർട്ടി പറയുന്നത് ഡി യു എഫിൻ്റെ ഡയറക്ഷണൽ ഡെറിവേറ്റീവിൻ്റെ മിനിമം വാല്യൂ എന്ന് പറയുന്നത്, അല്ലേ, മിനിമം വാല്യൂ എന്ന് പറയുന്നത് മൈനസ് മോഡ് ഡെൽ എഫ് ഓഫ് എക്സ് കോമ വൈ ആണ്. ആൻഡ് അതെപ്പോഴാണ് ഒക്കർ ചെയ്യുന്നത്? യുവിന് മൈനസ് ഡെൽ എഫിൻ്റെ ഡയറക്ഷനിലാണെങ്കിൽ, യു മൈനസ് ഡെൽ എഫും ഒരേ ഡയറക്ഷനിലാവുമ്പോഴാണ് എന്തൊക്കെ ചെയ്യുന്നത്? മിനിമം വാല്യൂ ഒക്കെ ചെയ്യുന്നത്. സോ അത് നോക്കാൻ നമുക്ക് ഇതേപോലെ തന്നെ നോക്കുവാണെങ്കിൽ ഡി യു എഫ് ഓഫ് എക്സ് കോമ വൈനെ മോഡ് ഡെൽ എഫ് ഓഫ് എക്സ് കോമ വൈ കോസ് തീറ്റ എന്ന് എഴുതാം. ഇനി കോസ് തീറ്റയുടെ മിനിമം വാല്യൂ വരുന്നത് എന്താണ്? കോസ് തീറ്റയുടെ മിനിമം വാല്യൂ ഈസ് -1, അല്ലേ? ആൻഡ് ദാറ്റ് ഒക്കേഴ്സ് വെൻ തീറ്റ ഈക്വൽ ടു പൈ. തീറ്റ പൈ ആവുമ്പോഴാണ് -1 ഒക്കർ ചെയ്യുന്നത്. സോ അതെന്തായിട്ട് മാറും? ഡി യു എഫ് ഓഫ് എക്സ് കോമ വൈ ഈസ് ഈക്വൽ ടു മൈനസ് മോഡ് ഡെൽ എഫ് ഓഫ് എക്സ് കോമ വൈ എന്നാവും. ആൻഡ് അതാണ് മിനിമം വാല്യൂ. ഓക്കെ, അപ്പോൾ എന്താണ്? ഒബ്സർവ് ദാറ്റ് cos theta equal to -1 when theta equal to pi, അല്ലേ? ഇനി തീറ്റ ഈക്വൽ ടു പൈ എന്ന് വെച്ചാൽ ആംഗിൾ ബിറ്റ്വീൻ ഡെൽ എഫ് ആൻഡ് യു ഈസ് പൈ. അതായത് ഡെൽ എഫും ഒന്ന് ഇങ്ങോട്ടാണെങ്കിൽ ഒന്ന് ഇങ്ങോട്ടാണെന്നാണ് അതിൻ്റെ മീനിങ്, അല്ലേ? അതായത് യു ഇങ്ങോട്ടാണെങ്കിൽ ഡെൽ എഫ് ഇങ്ങോട്ടാണ്, അല്ലെങ്കിൽ ഡെൽ എഫ് ഇങ്ങോട്ടാണെങ്കിൽ യു ഇങ്ങോട്ടാണ് എന്നാണ് അതിൻ്റെ മീനിങ്. തീറ്റ ഈക്വൽ ടു പൈ എന്ന് വെച്ചാൽ അതാണ് മീനിങ്. ഓക്കെ, അതായത് ആംഗിള് പൈ ആണ്. സോ ആംഗിൾ പൈ ആണ് മീൻസ് എന്താണ്? യുവും ഡെൽ എഫും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ഓർ യു ആൻഡ് മൈനസ് ഡെൽ എഫ് ഹാവ് സെയിം ഡയറക്ഷൻ. ഓക്കെ, ആൻഡ് ഹെൻസ് പ്രോപ്പർട്ടി 3. ഓക്കെ, സോ ഇതാണ് പ്രോപ്പർട്ടീസ് ഓഫ് ഗ്രേഡിയൻ്റ് ഓഫ് വെക്ടർ എന്ന് പറയുന്നത്. സോ നമ്മൾ 13.6 സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എന്തൊക്കെ പറഞ്ഞു? അത് നമ്മൾ ഗ്രേഡിയൻ്റ് പറഞ്ഞു. ഗ്രേഡിയൻ്റ് പറഞ്ഞത് 2 വേരിയബിൾസിലാണ്. സോറി, ഗ്രേഡിയൻ്റ് അല്ല. സോ നമ്മൾ 13.6 സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ആദ്യം നമ്മൾ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് പറഞ്ഞു. ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് ഫംഗ്ഷൻ ഓഫ് 2 വേരിയബിൾ പറഞ്ഞു. ഗ്രേഡിയൻ്റ് ഓഫ് എഫും പറഞ്ഞു. ഇത് രണ്ടും പറഞ്ഞത് 2 വേരിയബിളിൻ്റെ കേസിലാണ്. നമ്മളിത് 3 വേരിയബിളിലോട്ട് സെയിം ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ പോവാണ്. ഓക്കെ, അതാണ് നെക്സ്റ്റ് ഡെഫിനിഷൻ. നോക്കൂ, ഫങ്ഷൻസ് ഓഫ് 3 വേരിയബിൾസ്. അതിൽ തിയറം ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. തിയറം 4. Directional derivative and gradient of a function of 3 variables. സെയിം ആയിട്ട് ഡിഫൈൻ ചെയ്താൽ മതി. ലെറ്റ് എഫ് ബി എ differentiable function of x, y and z, and let u equal to u1 i cap plus u2 j cap plus u3 k cap, അല്ലേ? 3 വേരിയബിൾ ആയതുകൊണ്ട് നമ്മൾ എടുക്കുന്ന യൂണിറ്റ് വെക്ടറും 3 കമ്പോണൻസ് ഉള്ളതായിരിക്കണം. ബി എ unit vector. The directional derivative of f in the direction of u is given by du f of x comma y comma z equal to fx of x comma y comma z u1 plus
fy of u x comma y comma z u2 plus fz of x comma y comma z into u3. ഓക്കെ, സിമിലർലി നമുക്ക് ഗ്രേഡിയൻറ്റ് ഡിഫൈൻ ചെയ്യാം. ദ ഗ്രേഡിയൻറ്റ് ഓഫ് എഫ് ഈസ് ഡിനോട്ട് ചെയ്യുന്നത് del f of എക്സ് വൈ സെഡ് ഇസ് ഈക്വൽ ടു എഫ് എക്സ് എക്സ് കോമ വൈ കോമ സെഡ് ഐ ക്യാപ് പ്ലസ് എഫ് ഐ എക്സ് വൈ സെഡ് ജെ ക്യാപ് പ്ലസ് എന്തുണ്ട് എഫ് സെഡ് എക്സ് വൈ സെഡ് കെ ക്യാപ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡി യുവിനെ അല്ലേ, ഡി യുവിനെ എങ്ങനെ ചെയ്താ വി ഓൾസോ റൈറ്റ് ഡി യു എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈസ് ഈക്വൽ ടു ഡെൽ എഫിൻ്റെയും യൂണിറ്റ് വെക്ടറിൻ്റെയും ഡോട്ട് പ്രോഡക്റ്റ് ആയിട്ട് അല്ലേ, ഡെൽ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഡോട്ട് യു. ഓക്കെ, ഇതാണ് ഫങ്ഷൻ ഓഫ് 3 വേരിയബിൾ ആകുമ്പോൾ വരുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ 2 വേരിയബിളിൻ്റെ കേസിൽ പറഞ്ഞ പ്രോപ്പർട്ടീസൊക്കെ, ഗ്രേഡിയൻ്റെ പ്രോപ്പർട്ടീസൊക്കെ ഇവിടെയും ഒബേ ചെയ്യും. ഓക്കെ, അതായത് അതേ കാര്യം തന്നെ ഇങ്ങോട്ടും എക്സ്റ്റെൻഡ് ചെയ്യുക. സോ 3 വേരിയബിളിൻ്റെ കേസിലുള്ള ഒരു പ്രോബ്ലം കൂടെ നമുക്ക് ചെയ്തു നോക്കാം. ഈ ഒരു പ്രോബ്ലം നോക്കിക്കേ. എഫ് ഓഫ് എക്സ് കോമ വൈ കോമ സെറ്റ് ഇക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ വി ഈക്വൽ ടു ഐ ക്യാപ് പ്ലസ് ജെ ക്യാപ് പ്ലസ് കെ ക്യാപ്. സോ നമുക്ക് ഡയറക്ഷൻ ഡെറിവേറ്റീവ് കണ്ടു നോക്കാം. ഓക്കെ, ഇൻ ദ ഡയറക്ഷൻ ഓഫ് വി. അപ്പം അതിനു വേണ്ടി നമുക്ക് ഡെൽ എഫ് ഡോട്ട് യു ആണ് ഡയറക്ഷൻ ഡെറിവേറ്റീവ് എന്നറിയാം. സോ ആദ്യം നമുക്ക് ഡെൽ എഫ് കാണാം. ഓക്കെ, ആൻസർ ഡെൽ എഫ് ഓഫ് എക്സ് കോമ വൈ ഈക്വൽ ടു വൈ കോമ സെറ്റ് ഈക്വൽ ടു എഫ് എക്സ് ഐ ക്യാപ് പ്ലസ് എഫ് വൈ ജെ ക്യാപ് പ്ലസ് എഫ് സെറ്റ് കെ ക്യാപ്. സോ 2x ഐ ക്യാപ് പ്ലസ് 2y j ക്യാപ് പ്ലസ് 2z k ക്യാപ്. ഓക്കെ, ഇനി നമുക്ക് ഡോട്ട് യു വേണം. അങ്ങനെ എടുക്കണമെങ്കിൽ യു യൂണിറ്റ് വെക്ടർ ആയിരിക്കണം. പക്ഷേ ഇവിടുത്തെ വി എന്തല്ല, യൂണിറ്റ് വെക്ടർ അല്ല. സോ യു ഈക്വൽ ടു വി ബൈ മോഡ് വി. യൂണിറ്റ് വെക്ടർ ആക്കണം. ഇതിൻ്റെ ലെങ്ത് എന്താണ്, സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് 1 പ്ലസ് 1 അല്ലേ, 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ റൂട്ട് 3 ആണ്. അതായത് സോ ദിസ് ഇസ് ഈക്വൽ ടു ഐ ബൈ റൂട്ട് 3 പ്ലസ് ജെ ബൈ റൂട്ട് 3 പ്ലസ് കെ ബൈ റൂട്ട് 3. ഓക്കെ, ദഫോ ഇനി എന്ത് ചെയ്താൽ മതി, ഇതിൻ്റെ രണ്ടിൻ്റെയും ഡോട്ട് പ്രോഡക്റ്റ് എടുക്കാം. ദാറ്റ് ഈസ് ഡി യു എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 1 ബൈ റൂട്ട് 3 പ്ലസ് 2 ഇൻറ്റു 1 ബൈ റൂട്ട് 3 പ്ലസ് 2 ഇൻറ്റു 1 ബൈ റൂട്ട് 3. ദിസ് ഈസ് ഈക്വൽ ടു 6 ബൈ റൂട്ട് 3. ഓക്കെ, ഇതിന് വേണമെങ്കിൽ നമുക്ക് 6 ഇൻറ്റു റൂട്ട് 3 ബൈ റൂട്ട് 3 ഇൻറ്റു റൂട്ട് 3 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഇത് രണ്ടും 3 ആവും അല്ലേ, 6 റൂട്ട് 3 ബൈ 3 വരും. ഇതിന് നമുക്ക് 2 റൂട്ട് 3 എന്ന് എഴുതാം. ഓക്കെ, സോ ഇതാണ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് 3 വേരിയബിൾസ്.